നമസ്കാരം. ഇന്ന് ഒരു ഡെവലപ്മെൻറ്റ് സീരീസിൽപ്പെട്ട ന്യൂസാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. ഇതൊരു ലോക വാർത്തയാണ്. ഇതൊരു ഫീച്ചേർഡ് ന്യൂസാണ്. ഇന്ന് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന വിഷയം ഐക്കൺ ഓഫ് ദ സീസ്. ഐക്കൺ ഓഫ് ദ സീസ് എന്താണെന്നല്ലേ നിങ്ങൾക്കെല്ലാവർക്കും കുറച്ച് പേരെങ്കിലും ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടാവും, കുറച്ച് പേര് കേൾക്കാത്തവരുണ്ടാവും. അവർക്കായിട്ട് പറയുവാണ്, ഐക്കൺ ഓഫ് ദ സീസ് എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിൽ നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ആഡംബര കപ്പലാണ്. ഈ അടുത്തിടെയാണ് ഈ കപ്പൽ കടലിലേക്ക് ഇറങ്ങുന്നത്. ഇതിൻ്റെ കന്നിയാത്ര എന്ന് പറയുന്നത് അമേരിക്കയിലെ ഫ്ലോറിഡയിൽ നിന്ന് തുടങ്ങി കരീബിയൻ ഐലൻഡ്സിൻ്റെ 3 ദ്വീപുകളിലേക്കുള്ള യാത്രയാണ്. തിരിച്ച് ഫ്ലോറിഡയിലേക്ക് തന്നെ എത്തുന്ന രീതിയിലാണ് ഈ കപ്പൽ പോകുന്നത്. ഇത് ഒട്ടനവധി സവിശേഷതകളുള്ളൊരു കപ്പലാണ്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് എന്ന് പറയപ്പെടുന്നത്, ഈ കപ്പൽ നാളൊരു സമയത്ത് നമ്മുടെ ഇന്ത്യയിൽ വന്നാൽ ഈ കപ്പലിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏക തുറമുഖം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ഈ വരുന്ന മെയ്യിൽ കമ്മീഷൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം തിരുവനന്തപുരമാണ്. അപ്പോൾ അതിലും നമുക്കൊന്ന് അഭിമാനിക്കാം. കാരണം ഈ ഒരു അവസരം അത് ഉപയോഗിക്കുന്നേ ഉള്ളൂ ഞാൻ പറയാനായിട്ട്. കാരണം ഐക്കൺ ഓഫ് ദ സീസിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ മെയിൻലി പ്രതിപാദിക്കുന്നത്. ഐക്കൺ ഓഫ് ദ സീസ് എന്ന് പറഞ്ഞ കപ്പലെന്ന് പറയുന്നത് ഏകദേശം 300 മീറ്ററിന് മുകളിലുള്ളൊരു കപ്പലാണ്. 300 മീറ്റർ എന്ന് പറയുമ്പോൾ ചില്ലറ കാര്യമല്ല, 1/4 കിലോമീറ്ററിൻ്റെ കൂടുതലായിട്ടുണ്ട്. ഈ കപ്പലിൽ ജീവനക്കാർ മാത്രം 2350 പേരാണ്. 7500 പേരെ ഇതിൽ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. ഇവിടുത്തെ സവിശേഷതകൾ എന്ന് പറയുന്നത്, ഇവിടെ 7 നീന്തൽക്കുളങ്ങളുണ്ട്, വാട്ടർ പാർക്കുണ്ട്, ഐസ് സ്കേറ്റിംഗ് സൗകര്യമുണ്ട്. അവിടെ തീരുന്നില്ല, 40ഓളം ഭക്ഷണശാലകളുണ്ട്. അതായത് നമ്മുടെ രുചി വൈവിധ്യം നമുക്കവിടെ കണ്ടറിയാം. പ്രത്യേകിച്ചൊരു സ്ഥലത്തിൻ്റെ അല്ല, ലോകത്തിൻ്റെ. അതുപോലെ തന്നെ ഇവിടെ ബാറുകളുണ്ട്. ഇനി നമുക്ക് ഷോപ്പിംഗ് ചെയ്യാനുള്ള സങ്കേതങ്ങളുണ്ട്, കസിനോസ് ഉണ്ടാവും, എല്ലാം തന്നെ ഉണ്ടാവും. ഏകദേശം 20 നിലയോളം വലിപ്പം ഇതിന് വരുന്നുണ്ട്. അതായത് മുകളിലേക്കുള്ള വലിപ്പമായിട്ടാണ് പറഞ്ഞേ. അപ്പോൾ ഒരു 20 നില ബഹുനില കെട്ടിടം കടലിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്ന സങ്കല്പിച്ച് നോക്കൂ. അതിന് പുറമെ നേരത്തെ പറഞ്ഞതുപോലെ 300 മീറ്റർ നീളവും. ഇതൊരു ചെറിയ കാര്യമല്ല. ഇത് ഓൺ ചെയ്യുന്നത് നമ്മുടെ എല്ലാം പ്രശസ്തമായ കപ്പൽ സർവീസ് കമ്പനിയായ റോയൽ കരീബിയനാണ്. റോയൽ കരീബിയൻ നിങ്ങൾക്ക് പലർക്കും സുപരിചിതമായൊരു കമ്പനിയായിരിക്കും. അതിന് കാരണമെന്ന് പറയുന്നത് ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങരയാണ്. അദ്ദേഹത്തിൻ്റെ ഈ ക്രൂസുകൾ എടുത്താൽ ഈ റോയൽ കരീബിയൻ ഒരു സ്റ്റാറായി നിൽക്കുന്നുണ്ട്. കുറച്ച് പണ്ട് പോയിട്ടുള്ള വീഡിയോസാണ്, അതിടയ്ക്ക് റിപ്പീറ്റ് അദ്ദേഹത്തിൻ്റെ ചാനലിൽ വരാറുണ്ട്, സഫാരിയിൽ. അപ്പോൾ നമ്മളത് കാണുമ്പോൾ നമുക്ക് റോയൽ കരീബിയൻ ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഒരു കപ്പലായിട്ട് തന്നെ തോന്നും. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യയിൽ ഓടുന്ന കോർഡിലിയ റോയൽ കരീബിയനിൽ നിന്ന് വാങ്ങിയതാണെന്ന് തോന്നുന്നു. തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ കേട്ടോ. അപ്പോൾ അമ്മാതിരി വലുപ്പം കൊണ്ട് ഉള്ളൊരു കമ്പനിയാണ് ഈ റോയൽ കരീബിയൻ. ഇനി ഇതിന് എത്ര മുടക്കി കാണും ഈ കമ്പനി? ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? 16,624 കോടി രൂപയാണ് ഈ ഒരു കപ്പൽ നിർമ്മിക്കാനായിട്ട് സ്പെൻഡ് ചെയ്തത്. ഇത് എവിടെയാണ് നിർമ്മിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിൻലാൻഡിലാണ് നിർമ്മിച്ചത്. ഇത് 900 ദിവസം കൊണ്ടാണ് ഈ കപ്പലിൻ്റെ പണികൾ പൂർത്തിയാക്കിയത്. നേരത്തെ ഫിൻലാൻഡ് പറഞ്ഞു, എക്സൈറ്റഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഫിൻലാൻഡിൽ തുർക്കു എന്ന് പറഞ്ഞ സ്ഥലത്ത് 900 ദിവസം എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം 3 വർഷം കൊണ്ടാണ് ഇത് പൂർത്തിയാക്കിയത്. സമയബന്ധിതമായി പൂർത്തിയാക്കുക എന്ന് പറയുന്നത് ഇവരെ കണ്ട് പഠിക്കണം. നമ്മുടെ കൊച്ചിൻ കപ്പൽശാലയെ പറ്റിയുള്ള വീഡിയോ മുൻപ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതിൽ നമ്മൾ അഭിമാനത്തോടെ പറഞ്ഞു നമുക്കിപ്പോൾ ഒത്തിരി കപ്പലുകൾ നിർമ്മിക്കാനായിട്ട് വരുന്നുണ്ടെന്ന്. ആ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിച്ചിട്ടുണ്ട്, വലിയ കപ്പലുകൾ, ആഡംബരം പോലത്തുള്ള വലിയ എമൗണ്ടിലുള്ള അല്ലെങ്കിൽ വലിയ കാശ് മുടങ്ങുന്ന കപ്പലുകളും ഭാവിയിൽ വരുമെന്ന്. നമ്മുടെ കൊച്ചിൻ ഷിപ്പ് യാർഡൊക്കെ ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാവുന്നതാണ്. ഫിൻലാൻഡ് പോലെ ചെറിയൊരു രാജ്യം, അവർ വികസിപ്പിക്കുന്ന കപ്പലുകൾ ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന കപ്പലുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതിന് നമ്മുടെ നാട്ടിലുള്ളവർക്കും ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ ഭാവി തലമുറയ്ക്ക് പ്രചോദനം ഉൾക്കൊള്ളാൻ തന്നെയാണ് ഈ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇത്രത്തോളം ബൃഹത്തായ പദ്ധതികളാണ് ലോകത്തെ ചെറിയ രാജ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ നമ്മളും എത്രയും പെട്ടെന്ന് തന്നെ ടെക്നോളജി എല്ലാം സ്വായത്തമാക്കി നമ്മുടെ ഭാവി തലമുറ അതിനുവേണ്ടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കും ഇതെല്ലാം അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. ചിലപ്പോൾ ഭാവിയിൽ ഇന്ത്യയിൽ നിന്ന് നിർമ്മിക്കുന്ന വൻ കപ്പലുകൾ
നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതെല്ലാം മോഡലാക്കുക, നല്ല നല്ല കാര്യങ്ങൾ ലോകത്തിൽ നിന്ന് ഉൾക്കൊള്ളുക, അത് പ്രാവർത്തികമാക്കുക. ഇനി നിങ്ങൾക്കൊരു ചോദ്യം കൂടെ വെച്ചിട്ടാണ് ഇന്ന് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത്. ഏത് കപ്പലിൻ്റെ റെക്കോർഡാണ് ഐക്കൺ ഓഫ് ദ സീസ് വലുപ്പത്തിൻ്റെ കാര്യത്തിൽ തകർത്തതെന്നുകൂടി നിങ്ങളിൽ അറിയാവുന്നുള്ളവർ ഇതിൽ കമൻറ്റ് ചെയ്യുക. ഇതിനുള്ള ഉത്തരം നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി വരുന്നവരെ ഞാൻ ഷിബു സാലിഹ, എന്നോടൊപ്പം ബ്രനസ് രാജ് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കീപ് വാച്ചിങ് ക്രസ് കേരള.